അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം പുതിയ തലങ്ങളിലേക്ക് കടക്കുമ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ ലോകത്തെ വൻ ശക്തിയായ അമേരിക്കയെ പോലും ഭയപ്പെടുത്തുന്നത് തന്നെയാണ്. ഒരു പുതിയ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാൽ അമേരിക്കൻ സൈന്യം അക്ഷരാർത്ഥത്തിൽ പെട്ടുപോകുമെന്നാണ് പ്രമുഖ പ്രതിരോധ വിദഗ്ധരെ ഉദ്ധരിച്ചുകൊണ്ട് US മാധ്യമമായ CNN ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല, കണക്കുകൾ നിരത്തിക്കൊണ്ടാണ് പ്രതിരോധ രംഗത്തെ അധികായന്മാർ ഈ മുന്നറിയിപ്പ് നൽകുന്നത്. പശ്ചിമേഷ്യയിൽ ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന് പേരിട്ട ഇറാൻ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ മാത്രം ലക്ഷ്യസ്ഥാനങ്ങൾ കൃത്യമായി തകർക്കുവാൻ ശേഷിയുള്ള ആയിരക്കണക്കിന് മിസൈലുകളാണ് US സൈന്യത്തിന് ഉപയോഗിക്കേണ്ടി വന്നത്. കഴിഞ്ഞ ഏപ്രിൽ താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടായതോടെ ആ ഘട്ടം അവസാനിച്ചപ്പോൾ അമേരിക്കയ്ക്ക് വലിയൊരു തിരിച്ചടിയാണ് നേരിട്ടത്. ഇവരുടെ പക്കലുണ്ടായിരുന്ന അത്യാധുനിക മിസൈലുകളിൽ ഭൂരിഭാഗവും ഇതിനോടകം തന്നെ തീർന്നു പോയിരിക്കുന്നു. കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസമായിരിക്കാം, എന്നാൽ യാഥാർത്ഥ്യം ഇതാണ്. അമേരിക്കയുടെ അഭിമാനമായ താഡ് ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ പകുതിയും അവർ പ്രയോഗിച്ചു കഴിഞ്ഞു. പാട്രിയറ്റ് എയർ ഡിഫൻസ് മിസൈലുകളുടെ പകുതിയോളവും വിനാശകാരികളായ ടംഹോക്ക് ലാൻഡ് അറ്റാക്ക് മിസൈലുകളുടെ 30% അമേരിക്ക ഇതിനോടകം തന്നെ ഉപയോഗിച്ചു കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. ഇനി ഇതിന്റെ മറ്റൊരു വശം എന്താണെന്ന് നോക്കാം. നിലവിൽ പ്രതിമാസം വെറും 15 ടൊമാഹോക്ക് മിസൈലുകളും 20 പാട്രിയറ്റ് മിസൈലുകളും മാത്രമാണ് അമേരിക്കയ്ക്ക് പുതിയതായിട്ട് നിർമ്മിക്കാൻ സാധിക്കുന്നത്. അതായത് യുദ്ധത്തിന് മുൻപുണ്ടായിരുന്ന ആയുധ ശേഖരത്തിലേക്ക് അമേരിക്കയ്ക്ക് തിരിച്ചെത്തണമെങ്കിൽ കുറഞ്ഞത് 3 മുതൽ 5 വർഷം വരെ സമയമെടുക്കുമെന്ന് പ്രശസ്ത തിങ്ക് ടാങ്കായ CSIS-ഉം മറ്റ് പ്രതിരോധ വിദഗ്ധരും ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട്. മിസൈൽ നിർമ്മാണം വേഗത്തിലാക്കാൻ ട്രംപ് ഭരണകൂടം ഡിഫൻസ് പ്രൊട്ടക്ഷൻ ആക്ട് നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിലും അതിന്റെ ഫലം കാണാൻ ഇനിയുമേറെ സമയമെടുക്കും. ജർമ്മനിക്കും ഉക്രൈനും പാട്രിയറ്റ് മിസൈലുകൾ സ്വന്തമായി നിർമ്മിക്കാൻ അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും ആ ഫാക്ടറികൾ സജ്ജമാകാൻ വർഷങ്ങൾ കാത്തിരിക്കണം. ആയുധക്ഷാമം ഇതേപടി തുടരുകയാണെങ്കിൽ അത് പസഫിക് മേഖലയിൽ ചൈനയുടെ ഭീഷണിയെ നേരിടുന്നതിൽ അമേരിക്കയെ പൂർണ്ണമായിട്ടും നിസ്സഹായരാക്കും. വടക്കൻ കൊറിയയിൽ നിന്നോ ചൈനയിൽ നിന്നോ ഒരു വെല്ലുവിളി ഉണ്ടായാൽ പ്രതിരോധിക്കാൻ ആവശ്യമായ മിസൈലുകൾ അമേരിക്കയുടെ പക്കൽ ഉണ്ടാകില്ല എന്നാണ് ഏറ്റവും വലിയ ദുരന്തം. പെന്റഗൺ വക്താവ് സീൻ പാർനെലും മറ്റ് ചില വിദഗ്ധരും അമേരിക്കൻ സൈന്യം ഇപ്പോഴും സജ്ജമാണ് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യങ്ങൾ മറ്റൊന്നാണ്. ഇതിനിടയിലാണ് പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ഭീകരത ഇന്ത്യയും ബാധിച്ചിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുകയായിരുന്ന 2 UAE എണ്ണക്കപ്പലുകൾക്ക് നേരെ ക്രൂരമായ ആക്രമണം ഉണ്ടായിരുന്നു. MT അൽ-ബഹിയ, MT മൊംബാസ എന്നീ കപ്പലുകൾക്ക് നേരെയുണ്ടായ ഈ ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെടുകയും 10 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കപ്പലിൽ ഉണ്ടായിരുന്ന 46 ജീവനക്കാരിൽ 30 പേരും ഇന്ത്യക്കാരായിരുന്നു എന്ന് തന്നെ ഈ അപകടത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതാണ്. കൊല്ലപ്പെട്ടത് അൽ-ബഹിയയിലെ ഇന്ത്യൻ നാവികനാണ്. ഈ സംഭവത്തോടെ ഇറാനെതിരെ ഇന്ത്യ കടുത്ത ഭാഷയിലും പ്രതികരിച്ചിട്ടുണ്ട്. സാധാരണക്കാരായ നാവികർക്ക് നേരെയുള്ള ഇത്തരം ക്രൂരമായ അതിക്രമങ്ങളും അന്താരാഷ്ട്ര സമുദ്രപാതകളിലെ ഗതാഗതം തടസ്സപ്പെടുത്തുന്ന നീക്കങ്ങളും ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കി കഴിഞ്ഞു. ഡൽഹിയിലെ ഇറാൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനെ വിദേശകാര്യ മന്ത്രാലയം നേരിട്ട് വിളിപ്പിച്ചു വരുത്തിയാണ് ഇന്ത്യയുടെ കടുത്ത അമർഷവും പ്രതിഷേധവും അറിയിച്ചത്. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. ഒരു വശത്ത് തങ്ങളുടെ ആയുധശേഖരം കാലിയാകുന്നതിന്റെ ആശങ്കയിൽ അമേരിക്കയും തങ്ങളുടെ പൗരന്മാരുടെ ജീവനെ ഭീഷണി ഉയരുന്നതിൽ കടുത്ത രോഷത്തിൽ ഇന്ത്യയും നിൽക്കുമ്പോൾ ഈ യുദ്ധം ലോകത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും.